ഗൈസ്, ഐ എം മേക്കപ്പ് ആർട്ടിസ്റ്റ് ദിവ്യ ബ്രിൻഡോ. അപ്പോൾ നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് എൻ്റെ കുറച്ച് ബ്രൈഡൽ വർക്ക്സ് ആണ്. അപ്പോൾ ഫസ്റ്റ് ബ്രൈഡ് നികിതയാണ്. ഇത് കൂത്താട്ടുകുളമാണ് സ്ഥലം. അപ്പോൾ നികിതയുടെ എൻഗേജ്മെൻറ്റിന് ഞാൻ ഒരുക്കിയതാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വെറും 2-2.5 മണിക്കൂറും കൊണ്ട് നികിതേനെ റെഡിയാക്കിയതാണ്. ടൈം വളരെ കുറവായിരുന്നു. അപ്പോൾ ആ ഒരു ടൈമിനുള്ളിൽ ചെയ്തു തീർത്തതാണ്. ഹായ്, ഐ എം ദിവ്യ ബ്രിൻഡോ. അപ്പോൾ നമ്മളിപ്പോൾ വന്നിരിക്കുന്ന വഴിത്തലയാണ്. ദയയുടെ മൈലാഞ്ചിയാണല്ലോ ഇന്ന് മധുരം വെപ്പ് ഫംഗ്ഷന് വേണ്ടിയിട്ട് മേക്കപ്പ് ചെയ്യാനാണ് വന്നിരിക്കുന്നത്. അപ്പൊ നമ്മള് ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ. റെഡി അല്ലേ? ഞങ്ങോട്ട് കുറെ നേരം ഇരുന്ന് തരേണ്ടി വരും. ഓക്കെ. അപ്പോൾ ദയക്ക് നമ്മൾ വളരെ സിമ്പിൾ ആൻഡ് എലഗൻ്റ് ആയിട്ടുള്ളൊരു മേക്ക് ഓവറാണ് കൊടുക്കുന്നത്. നമ്മളിതേ ഐ മേക്കപ്പ് ഒക്കെ ഓൾറെഡി ചെയ്ത് വെച്ചിരിക്കുന്നുണ്ട്. കട്ട് ക്രീസ് ഐ ഷാഡോ ആണ്. കൂടെ സ്മോക്കി ഐസ് നമ്മൾ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എയർ ബ്രഷ് മേക്കപ്പാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ദയയുടെ സ്കിന്ന് കുറച്ച് കറക്ഷനൊക്കെ ചെയ്യേണ്ട ഒരു സ്കിന്നായിരുന്നു. അതുപോലെ തന്നെ നമ്മളൊന്ന് ഈവൻ ആക്കി കൊടുക്കേണ്ടതുണ്ട്. സോ എയർ ബ്രഷ് തന്നെയാണ് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഒരു മേക്കപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ എയർ ബ്രഷ് ചെയ്ത് കൊടുക്കുകയാണ്. ദെൻ നമ്മൾ ഐബ്രോസ് ചെയ്യാനുണ്ട്, ലിപ്സ്റ്റിക്ക് എല്ലാം ചെയ്തു വരുമ്പോഴത്തേക്കാണ് ആ ഒരു കംപ്ലീറ്റ് ലുക്ക് ആവുന്നത്. അപ്പോൾ ദയ എന്താണെങ്കിൽ നല്ല ക്ഷമയുള്ള കുട്ടിയാണ് കേട്ടോ. കുറേ നേരം നമുക്ക് ഇരുന്ന് തന്നു. അപ്പോൾ നമ്മൾ ലിപ്സിന് നമ്മൾ ചെറിയൊരു റെഡ് കൂടിയ ഒരു കളറാണ് കൊടുക്കുന്നത്. അധികം ബ്രൈറ്റ് ഷെയ്ഡും അല്ല. ദയക്ക് കൂടുതലും റെഡ്, പിങ്ക് ആ ഒരു ഷെയ്ഡ്സിനോടായിരുന്നു താല്പര്യം. അപ്പോൾ ഇതൊരു മധുരം വെപ്പ് ഫംഗ്ഷൻ ആയതുകൊണ്ട് തന്നെ ഫേസ് കുറച്ചൊരു ബ്രൈറ്റ് ആയിട്ട് നിൽക്കുന്നത് നല്ലതായിരിക്കും. പ്രത്യേകിച്ച് നൈറ്റിലെ ഫംഗ്ഷനും കൂടെയാണ്. അപ്പം ഒരുപാട് ഹെവി മേക്കപ്പ് കൊടുക്കണം എന്നല്ല ഞാൻ പറയുന്നത്. കുറച്ചൊന്ന് ബ്രൈറ്റ് ആയിട്ട് നിൽക്കുന്നത് നല്ലതാണെന്ന് എനിക്ക് തോന്നി. പ്ലസ് നമ്മൾ ദയയുടെ ഇഷ്ടങ്ങളും കൂടെ ആഡ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു ലുക്ക് ചെയ്യുന്നത്. അപ്പോൾ ദയക്ക് കണ്ണ് മുകൾ ഭാഗത്ത് മാത്രം എഴുതുന്നതാണ് ഇഷ്ടം. അപ്പർ ഐലിഡ് മാത്രം എഴുതുന്നതാണ് ഇഷ്ടം. താഴെ അങ്ങനെ പുള്ളിക്കാരത്തി എഴുതാറില്ല. അപ്പോൾ അത് തന്നെ നമ്മൾ കൊടുത്തു. ദയക്ക് അതാണ് കംഫോർട്ട്. അപ്പോൾ നമ്മൾ അങ്ങനെ ചെയ്യുവാണ്. പ്ലസ് നമ്മൾ ഫേസൊക്കെ ഒന്ന് ഈവൻ ആക്കി ഐബ്രോസൊക്കെ ഒന്ന് ഡ്രോ ചെയ്ത് മൊത്തത്തിൽ ദയയുടെ ആ ഒരു ഇൻട്രസ്റ്റിംഗ് കൂടെ കൂട്ടിയാണ് നമ്മൾ മേക്കപ്പ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതുപോലെ തന്നെ ദയക്ക് ഹെയർ സ്റ്റൈൽ വന്നിട്ട് കുറച്ച് സൈഡ് പാർട്ടീഷൻ എടുക്കുന്നതാണ് കൂടുതലും മാച്ചായിട്ടുള്ളത്. ദയക്കും അതാണ് ഇഷ്ടം. അപ്പോൾ നമ്മൾ സൈഡിലേക്ക് ചെറുതായിട്ടൊരു ബ്രൈഡഡ് അല്ല, കുറച്ചൊരു ലൈൻസ് വരുന്ന പോലെയൊക്കെ നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഫ്രണ്ടിലേക്കും കുറച്ച് ഹെയർ ഒക്കെ ഇങ്ങനെ ചാടിച്ചിട്ടിട്ടുണ്ട് കേട്ടോ. അപ്പം ഇതാണ് നമ്മൾ ദയയുടെ ഹെയർ സ്റ്റൈൽ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. ബാക്കിൽ ഡോനറ്റാണ്, പിന്നെ മുല്ലപ്പൂ ഒക്കെ വെച്ചിട്ടൊരു ഹെയർ സ്റ്റൈലാണ്. അപ്പോൾ ഓണത്തിൻ്റെ ഒരു ടൈമുമാണ്. പിന്നെ അതുപോലെ തന്നെ തലേദിവസത്തെ ഫംഗ്ഷൻ നമ്മൾ സെറ്റ് സാരി, സെറ്റ് മുണ്ടോ അങ്ങനെയുള്ളൊരു കോസ്റ്റ്യൂമാണ് മിക്കവരും തന്നെ ഇടുക. അപ്പോൾ ദയയുടെയും കോസ്റ്റ്യൂം അങ്ങനെയാണ്. അപ്പോൾ മുല്ലപ്പൂ ഒക്കെ സെറ്റ് ചെയ്ത് വരുമ്പോഴത്തേക്കും ദയയുടെ ആ ഒരു കംപ്ലീറ്റ് ലുക്ക് ഇതാണ്. പിന്നെ കുറച്ച് വാടാമല്ലിപ്പൂ നമ്മൾ അവിടുന്ന് തന്നെ കളക്ട് ചെയ്ത് പെട്ടെന്ന് ആ ഒരു ഡ്രസ്സിന് മാച്ചിങ് ആയിട്ട് കൊടുത്തതാണ് കേട്ടോ. നമ്മളത് കടയിൽ പറഞ്ഞ് ചെയ്യിച്ചതല്ല. അപ്പോൾ അങ്ങനെ ദയയുടെ കംപ്ലീറ്റ് ലുക്ക് ഇതാണ്. അപ്പോൾ ദയക്ക് എവിടെയൊക്കെ ഒരു പ്രീതീസിൻ്റെ ലുക്ക് കയറി വരുന്നുണ്ട് കേട്ടോ. ഞാൻ ദയയോട് പറഞ്ഞു, എനിക്കറിയില്ല, എനിക്ക് അങ്ങനെ തോന്നി. നിങ്ങളും ഒന്ന് കമൻറ്റ് ചെയ്യാമോ, ദയക്ക് എവിടെയെങ്കിലും ഒരു പ്രീതീസിൻ്റെ ചായ വരുന്നുണ്ടോ എന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യണേ. തോന്നുന്നവർ മാത്രം കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇതാണ് ദയയുടെ കംപ്ലീറ്റ് ലുക്ക് കേട്ടോ. ദയ ഭയങ്കര ഹാപ്പിയാണ്, ഞങ്ങളും ഭയങ്കര ഹാപ്പിയായി. പൂ തല ഇരിക്കുന്നുണ്ട്. ഒന്ന് ടേൺ ചെയ്യാവോ അവിടെ നിന്ന്? ഓക്കെ. മേക്കപ്പ് ഇവിടെ കംപ്ലീറ്റ് ആയി. ദയ പ്രതീക്ഷ പോലെയൊക്കെ ആയോ? ഇഷ്ടപ്പെട്ടോ? ഓക്കെ. അപ്പോൾ ദയക്കും ഐസിക്കിനും എൻ്റെ എല്ലാ കൺഗ്രാറ്റ്സ്. ഓക്കെ. അപ്പോൾ വെഡിങ് ഡേയിൽ കാണാം. ഹായ്, ഐ എം ദിവ്യ ബ്രിൻഡോ. അപ്പോൾ എൻ്റെ കൂടെയുള്ളത് നികിതയാണ്. നികിതയുടെ വെഡിങ് ഡേ ആണ് ഇന്ന്. നമ്മൾ വന്നിരിക്കുന്നത് കൂത്താട്ടുകുളത്താണ്. നികിത റെഡി അല്ലേ? സ്റ്റാർട്ട് ചെയ്യാം നമുക്ക്. ഓക്കെ. നികിതയ്ക്ക് എങ്ങനെയുള്ള ലുക്കാണ് വേണ്ടതെന്ന്? സിമ്പിൾ ലുക്ക് മതി. ഓക്കെ. സിമ്പിളാന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ നല്ല പണി പണിയും. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ. അപ്പോൾ നികിതയുടെ ഫേസിൽ നമ്മൾ വളരെ സിമ്പിളായിട്ടുള്ളൊരു മേക്കപ്പാണ് ചെയ്യാൻ പോകുന്നത്. നികിതയുടെ സ്കിന്ന് എടുത്തു പറയേണ്ടതാണ്. നികിതയുടെ സ്കിന്ന് ടെക്സ്ചർ ഭയങ്കര നല്ലതാണ്. നികിത ഒരിക്കൽ പോലും ഒരു മേക്കപ്പോ അങ്ങനെയൊന്നും അധികം ചെയ്യാത്ത ഒരാളാണ്. അപ്പോൾ അങ്ങനെ ഒരു സ്കിന്നിൽ മേക്കപ്പ് ചെയ്യുമ്പോൾ അത് ഒരു പ്രത്യേക ഫീലാണ് കേട്ടോ. അപ്പോൾ നികിതയുടെ ഐസ് ഭയങ്കര നല്ല വലിയ ഐസാണ്. അപ്പോൾ നമുക്ക് ഐ മേക്കപ്പ് ചെയ്യാനൊക്കെ നല്ല രസമാണ്. അപ്പം നികിതയുടെ ഐ മേക്കപ്പ് കഴിഞ്ഞു. ഇനി ഫേസ് നമ്മളൊന്ന് ഈവനാക്കി സ്കിൻ ടോണൊക്കെ ഒന്ന് ഈവൻ ആക്കുവാണ്. അപ്പോൾ ഏത് പ്രോഡക്റ്റ്
ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് അങ്ങ് അബ്സോർബ് ആവുന്നുണ്ട് കേട്ടോ നികിതയുടെ സ്കിന്നിൽ. കാരണം ഒട്ടും തന്നെ അങ്ങനെ ഒരു പ്രൊഡക്റ്റോ അങ്ങനെയൊന്നും യൂസ് ചെയ്യാത്ത ഒരാളാണ്. അപ്പോൾ അങ്ങനെ ഒരു സ്കിന്നിൽ നമ്മൾ മേക്കപ്പ് ചെയ്യുമ്പോഴത്തേക്കും പെട്ടെന്ന് അതിൻ്റെ ഒരു റിസൾട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഇതാണ് നികിതയുടെ കംപ്ലീറ്റ് ലുക്ക് കേട്ടോ. നമ്മുടെ നികിതയുടെ ഹെയർ സ്റ്റൈല് കുറച്ച് ടൈം എടുത്തു. നല്ല തിക്കായിട്ട് നല്ല വോളിയുള്ള ഹെയർ ആയിരുന്നു. അപ്പോൾ ഹെയർ സ്റ്റൈൽ നല്ല ടൈം എടുത്തിട്ടാണ് ചെയ്തത്. ഫേസ് മേക്കപ്പ് ഇങ്ങനെയാണ്. നമ്മൾ അപ്പർ ഐലിഡ് മാത്രം ജസ്റ്റ് ഒന്ന് ഡ്രോ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അണ്ടർ ഐലിഡിൽ നമ്മൾ അധികം ഐ മേക്കപ്പ് ഒന്നും കൊടുത്തിട്ടില്ല. എന്നിട്ട് ജസ്റ്റ് ലാഷസ് ഒക്കെ വെച്ച് ജസ്റ്റ് ഒന്ന് ഐ മേക്കപ്പ് നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നികിതയുടെ കംപ്ലീറ്റ് ലുക്ക് കേട്ടോ. ആ ഒരു വൈറ്റ് ഗൗണിൽ നികിതേനെ നമ്മൾ മാക്സിമം സുന്ദരിയാക്കിയിട്ടുണ്ട്. നികിത നല്ലൊരു സുന്ദരി കുട്ടിയാണ്. അപ്പോൾ ഇതാണ് നികിതയുടെ കംപ്ലീറ്റ് ലുക്ക് കേട്ടോ. ഫ്രണ്ടിൽ കുറച്ച് ഹെയർ നമ്മൾ അത് ഇട്ടിരിക്കുന്നതാണ്. അപ്പം കുറച്ച് എൻഗേജ്മെൻറ്റ് നമ്മൾ മുടി അഴിച്ചിട്ടിട്ടുള്ളൊരു ഹെയർ സ്റ്റൈലായിരുന്നു. വെഡ്ഡിങ്ങിന് നമ്മൾ ബാക്കിൽ നമ്മൾ ഡോനറ്റൊക്കെ വെച്ചിട്ട് ഒരു ഹെയർ സ്റ്റൈലാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ ബ്രൈഡൽ ഹെയർ ആക്സസറി യൂസ് ചെയ്യുന്നതിൽ ഒരുപാട് കാര്യമുണ്ട്. നമ്മൾ ബാഗിൽ ഒരുപാട് ഹെയർ ആക്സസറി എടുത്തിട്ടിരിക്കും. എന്നിട്ട് ബ്രൈഡിൻ്റെ ആ ഒരു ഗൗണിന് മാച്ച് ആയിട്ടുള്ള ആക്സസറിയാണ് നമ്മൾ ചൂസ് ചെയ്യുന്നത്. പിന്നെ അതേ ആ ഒരു നാച്ചുറൽ ലൈറ്റിൽ നമ്മൾ മേക്കപ്പ് കണ്ടോ, രാവിലത്തെ ആ ഒരു ലൈറ്റിങ് ഫോട്ടോഗ്രാഫിക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. നല്ല രസമാണ് ആ ഒരു ലൈറ്റിങ്. റെഡി ആയിട്ടുണ്ട്. നികിത ഉദ്ദേശിച്ചതിലേക്കായോ? ഹാപ്പി ആയോ? ഇഷ്ടപ്പെട്ടോ? ഓക്കെ. അപ്പം നികിതയ്ക്കും അതുപോലെ ജിബിനും എൻ്റെ എല്ലാവിധ കൺഗ്രാറ്റ്സ്. താങ്ക് യു. ഇതയുടെ മമ്മി മിനി ആൻറ്റിയാണ് നമ്മുടെ കൂടെ ഉള്ളത്. നമ്മൾ ആൻറ്റി ചെറിയൊരു മേക്കപ്പ് ഒന്നും ഒട്ടും ഇട്ടേക്കുന്നതാട്ടോ പറഞ്ഞേക്കുന്നത്. ഒട്ടും ഇടണ്ട അല്ലേ? എന്നാൽ ഇത്തിരി ശകലം അത്രേ ഉള്ളൂ കേട്ടോ. അധികം മേക്കപ്പ് ഒന്നും ഉള്ളത് നാച്ചുറലാണ് ആൻറ്റിയുടെ ബ്യൂട്ടി. അത് നമ്മൾ അതുപോലെ തന്നെ മെയിൻറ്റെയിൻ ചെയ്താണ് ചെയ്യുന്നത് കേട്ടോ. ഓക്കെ. ആൻറ്റി റെഡി ആയിട്ടുണ്ടെങ്കിൽ ഹാപ്പി ആയോ? ഇത് തന്നെ ഒന്നും ചെയ്തിട്ടില്ല. നേരത്തെ മതി 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 എന്ന് പറഞ്ഞ് ബഹളമായിരുന്നു. മുടി ഫ്രണ്ടൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് ഒതുക്കിയിട്ടുണ്ട്. സാരി ഉടുപ്പിച്ചിട്ടുണ്ട്. മുഖത്ത് ഇച്ചിരി എന്തോ ഇട്ടപ്പോഴത്തേക്കും ബഹളായി. അപ്പോൾ വേണ്ടാന്ന് പറഞ്ഞു അല്ലേ? ഓക്കെ. ഇത് ദയയുടെ വെഡിങ് ഡേ ആണ്. ദയ റെഡി അല്ലേ? ഓക്കെ. ഇന്ന് എങ്ങനത്തെ ഒരു ലുക്കാ വേണ്ടേ? സിമ്പിളായിട്ട് സിമ്പിളിന്റെ ആളാണ്. അപ്പം റെഡി അല്ല, നമുക്ക് ചെയ്യാം. അപ്പോൾ ഇന്ന് ദയയുടെ വെഡ്ഡിങ് ഡേ ആണ്. വളരെ സ്പെഷ്യലായിട്ടുള്ള ഡേ ആണ്. ദയയുടെ മധുരം വെപ്പ് മേക്കപ്പ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന് നമ്മൾ ഫേസിലെ ആ ഒരു മേക്കപ്പ് കുറച്ചൊന്ന് ബ്രൈറ്റ് ആയിട്ടാണ് ചെയ്തത്. പക്ഷേ ഇന്ന് നമ്മൾ വളരെ മിനിമൽ ഒരു എലഗൻറ്റ് ലുക്കാണ് കൊടുക്കുന്നത്. ഇന്നത്തെ മേക്കപ്പ് ഉറപ്പായിട്ടും കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടാണ് നമ്മൾ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ ചൂസ് ചെയ്തിരിക്കുന്ന ആ ലിപ് ഷെയ്ഡ് ആണെങ്കിലും പക്ക ഒരു പിങ്ക് ടോണിലേക്കാണ് നമ്മുടെ മേക്കപ്പ് പോകുന്നത്. ഒരു സ്ട്രോബെറി മേക്കപ്പ് എന്നൊക്കെ പറയാം. ആ ഒരു രീതിയിലാണ് നമ്മുടെ ഇന്നത്തെ മേക്കപ്പ് പോകുന്നത്. കുറച്ചൊരു ഗ്ലിറ്റേഴ്സൊക്കെ നമ്മൾ കൊടുത്തിട്ടുണ്ട് ഐ മേക്കപ്പിൽ. എന്നാൽ കട്ട് ക്രീസ് ഐ ഷാഡോയോ അങ്ങനെയൊന്നും നമ്മൾ കൊടുത്തിട്ടില്ല. വളരെ സിമ്പിളായിട്ടാണ് ഐ മേക്കപ്പ് ചെയ്തിരിക്കുന്നത്. ഇനി ഹെയർ സ്റ്റൈലിംഗ് പാർട്ടാണ്. ഏതൊരു ബ്രൈഡിൻ്റെയും ഹെയർ സ്റ്റൈലിന് ഭയങ്കര ഇമ്പോർട്ടൻസ് ഉണ്ട്. എസ്പെഷ്യലി ക്രിസ്ത്യൻ ബ്രൈഡിൻ്റെ ഹെയർ സ്റ്റൈൽ എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ വളരെ ഡിഫറെൻ്റ് ആയിട്ട് ചെയ്യാന്നുള്ളത് അതൊരു ടാസ്ക്കാണ്. കാരണം ഒരുപാട് കോമൺ ആയിട്ട് കണ്ടുവരുന്ന കുറേ ഹെയർ സ്റ്റൈൽസ് ഉണ്ട്. അതൊന്നും ചെയ്യാണ്ട് നമ്മൾ കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട് ചെയ്യണമെങ്കിൽ നമുക്ക് നമ്മൾ ഓൾറെഡി കുറച്ച് ഹെയർ സ്റ്റൈലുകളൊക്കെ ആലോചിച്ച് വെക്കണം. അപ്പോൾ ഇന്ന് ഞാൻ കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ഹെയർ സ്റ്റൈലാണ് ചെയ്യുന്നത്. ഒരു ബ്രെയ്ഡഡ് ടൈപ്പ് ഹെയർ സ്റ്റൈലാണ് ചെയ്യുന്നത്. ഫ്രണ്ടൊക്കെ ഒരു ബ്രെയ്ഡഡ് കൊടുത്തിട്ട് ബാക്ക് ഒരു മെസ്സി ബൺ പോലെ അങ്ങനെയൊക്കെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഫ്രണ്ടിൽ നമ്മൾ കുറച്ച് ഹെയർ സെക്ഷൻ എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. അത് നമുക്ക് ഫ്രണ്ട് ഹെയർ സ്റ്റൈൽ കൊടുക്കാനായിട്ടാണ്. ദയക്ക് അത്യാവശ്യം ഒരു ഫോർഹെഡ് ഉള്ള കൂട്ടത്തിലാണ്. അപ്പോൾ ദയക്ക് അത്യാവശ്യം ഹെയറിന് വോളിയം ഉള്ള ഒരാളാണ്. അതുകൊണ്ട് നമുക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം. അപ്പോൾ ഫ്രണ്ടിൽ നമ്മളൊരു ബ്രൈഡൽ ഹെയർ സ്റ്റൈലാണ് കൊടുക്കുന്നത്. കുറച്ച് ഹെയർ ഫ്രണ്ടിൽ നെറ്റ് കവർ ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുമുണ്ട്. അപ്പോൾ നമ്മൾ ഈ ബ്രൈഡൽ ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഒരു സംഭവം നമ്മൾ ജസ്റ്റ് ഒന്ന് പുൾ ഔട്ട് ചെയ്ത് കൊടുക്കുന്നു. ദെൻ നമ്മൾ ഫൈനൽ ലുക്കിൽ നമ്മൾ ഫ്രണ്ട് ഹെയർ സ്റ്റൈൽ ചെയ്യുവാണ്. അത് നമ്മൾ നെറ്റിലേക്കൊന്ന് കവർ ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്കും കുറച്ചൊരു ഫോർഹെഡ് കുറഞ്ഞതായിട്ടൊരു ഫീല് വരും. അധികം ഫോർഹെഡൊന്നും ഇല്ല ആൾക്ക്. എന്നാലും അങ്ങനെ നമ്മൾ ഫ്രണ്ടിലേക്ക് ഹെയർ ഇടുമ്പോൾ ഒരു പ്രത്യേക ഭംഗിയാണ്. അപ്പോൾ ഏതൊരു ലുക്കിനും ഹെയർ സ്റ്റൈൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അതുപോലെ ഹെയർ സ്റ്റൈലിൽ നല്ലൊരു ടൈം എടുക്കുന്നുണ്ട്. പിന്നെ ആ ഒരു ഹെയർ ആക്സസറി കുറച്ച് സൈഡിലേക്ക് കാണുന്ന രീതിയിലാണ് നമ്മളത് സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഫോട്ടോസിലൊക്കെ നല്ല രസമായിരിക്കും കേട്ടോ. പിന്നെ കുറച്ച് ഹെയർ ഫ്രണ്ടിൽ ഇങ്ങനെ വളച്ചിടുന്നത് അത് മസ്റ്റാണ് കേട്ടോ. അതൊരു പ്രത്യേക ഭംഗി തന്നെയാണ്. അപ്പോൾ ദയയുടെ കംപ്ലീറ്റ് ലുക്ക് ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ദയയുടെ ഗൗണും അതുപോലെ പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ടതാണ് ആ ഒരു ബ്രൈഡൽ ബൊക്കയും എല്ലാം ഭയങ്കര രസമുണ്ട് കേട്ടോ. അപ്പം ഞാൻ എൻ്റെ ബ്രൈഡ്സിനോട്
എല്ലാവരോടും പറയാറുണ്ട് നിങ്ങൾ ബൊക്കെ ചൂസ് ചെയ്യുമ്പോൾ ഇങ്ങനെയൊക്കെ ചൂസ് ചെയ്യുക, കുറച്ചൊരു വെസ്റ്റേൺ ലുക്കും കിട്ടും. അതുപോലെ തന്നെ ദയ ഇവിടെ വളരെ മിനിമലായിട്ടുള്ള ഓർണമെൻറ്റ്സ് ആണ് ചൂസ് ചെയ്തിട്ടുള്ളൂ. അത് തന്നെയാണ് ഈ ഒരു ലുക്കിൻ്റെ എടുത്ത് പറയത്തക്ക ഒരു ഭംഗി. അധികം നമ്മൾ ഈ ബ്രൈഡൽ ലുക്കിന് അധികം ഓർണമെൻറ്റ്സ് ഇടുന്നത് അത്ര നല്ലതല്ല. ഒന്നെങ്കിൽ സിമ്പിളായിട്ടുള്ള നെക്ലേസ് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഇയറിങ്സ് സിമ്പിളാക്കാം. എന്തെങ്കിലും ഒരു സിമ്പിൾ ആൻഡ് എലഗൻറ്റ് ലുക്കാണ് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ളത്. അല്ലെങ്കിൽ ഇയറിങ്സ് ഹെവി ആണെങ്കിൽ നമുക്ക് ആ ഒരു നെക്ലേസ് അവോയ്ഡ് ചെയ്യാം, അങ്ങനെയൊക്കെ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതാണത് ആ ഒരു ഹെയർ സ്റ്റൈൽ, ആ ഒരു സൈഡ് ലുക്ക് കണ്ടോ, എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ. ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ തോന്നി ഈ ഒരു ഹെയർ സ്റ്റൈൽ കണ്ടപ്പം. ദയം ഭയങ്കര ഹാപ്പി ആയിരുന്നു. ആ ഒരു സൈഡ് ലുക്ക് കണ്ടോ. അപ്പോൾ നമ്മൾ ആ തലേദിവസത്തെ ഫംഗ്ഷന് ചെയ്തതും എയർ ബ്രഷ് ആയിരുന്നു, ഇന്ന് ചെയ്തത് എയർ ബ്രഷ് ആയിരുന്നു. രണ്ടിൻ്റെയും ഫിനിഷിങ്ങിൻ്റെ കാര്യത്തിലൊന്നും വലിയ ഡിഫറൻസ് ഒന്നുമില്ല. പക്ഷെ നമ്മൾ ചൂസ് ചെയ്ത ഒരു ടോണ്, നമ്മൾ മേക്കപ്പിന് കൊടുത്തിരിക്കുന്ന ഒരു പിങ്ക് ടോണിലേക്കാണ് മേക്കപ്പ് പോയത്. കഴിഞ്ഞ ദിവസം കുറച്ച് ബ്രൈറ്റായിട്ട് എടുത്ത് നിൽക്കുന്ന രീതിയിൽ റെഡ് ലിപ്സ്റ്റിക്ക് അങ്ങനെയൊക്കെയാണ്, കുറച്ച് റെഡ് കൂടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ മേക്കപ്പിൽ കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടാണ് ഇന്ന് ചെയ്തത് കേട്ടോ. വെഡ്ഡിങ് ഡേയിൽ എന്താണെങ്കിലും വളരെ സ്പെഷ്യൽ ഡേ ആണ്. അന്ന് നമ്മൾ വളരെ ഡിഫറെൻ്റ് ആയിട്ട് നല്ല ഭംഗിയായിട്ട് ഒരുങ്ങണം എന്നുള്ളത് മസ്റ്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഇതാണ് ദയയുടെ കംപ്ലീറ്റ് ലുക്ക് കേട്ടോ. ഇനി ഞാൻ കൂടുതലൊന്നും എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ കമൻ്റായിട്ട് ഇടുക കേട്ടോ. നമ്മുടെ ബ്രൈഡ് ദയ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ദയ എങ്ങനെയുണ്ട്? ഇഷ്ടമായോ? ഉദ്ദേശിച്ച പോലെ തന്നെയാണോ? ഹാപ്പിയാണോ? അപ്പോൾ എൻ്റെ എല്ലാവിധ കൺഗ്രാറ്റ്സ്. നമ്മളിപ്പോൾ വന്നിരിക്കുന്നത് മൂവാറ്റുപുഴ സാന്ദ്രയുടെ അടുത്താണ്. സാന്ദ്രയുടെ വെഡ്ഡിങ് ഡേ ആണ് ഇന്ന്. റെഡി അല്ലേ? ഓക്കെ. എങ്ങനെയുള്ളൊരു മേക്ക് ഓവർ ആണ് ഉദ്ദേശിക്കുന്നത്? എനിക്കൊരു സിമ്പിൾ ഗ്ലോസി ആ ഒരു ടൈപ്പ്. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്തേക്കാം. അപ്പോൾ നമ്മൾ സാന്ദ്രയുടെ മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെ ഓൾമോസ്റ്റ് 5:15 5:30 ആയി. അപ്പോൾ നമുക്കൊരു 7:30 മണിയോട് കൂടി സാന്ദ്രയുടെ മേക്കപ്പ് കംപ്ലീറ്റ് ചെയ്യണം കേട്ടോ. അപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ടൈമില്ല, ഉള്ള ടൈമും കൊണ്ട് നമ്മൾ മാക്സിമം ക്രിയേറ്റീവായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ സാന്ദ്ര പറഞ്ഞ തന്നെ ഒരു ഗ്ലോ മേക്കപ്പ് നമ്മൾ കൊടുക്കാനായിട്ട് മാക്സിമം ശ്രമിച്ചിട്ടുണ്ട്. ഇനി ഹെയർ സ്റ്റൈൽ നമ്മൾ കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടാണ് ചെയ്യുന്നത്. ബാക്കിൽ കുറച്ച് ബ്രൈഡൽ ലുക്ക് വരുന്ന രീതിയിൽ ലോ ബണ്ണാണ് നമ്മൾ ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഹെയർ സ്റ്റൈലിന് എന്താണേലും അത്യാവശ്യം നല്ല രീതിയിൽ ടൈം എടുത്തിട്ടുണ്ട്. സാന്ദ്രയുടെ മുടി അത്യാവശ്യം തിക്ക് ഹെയർ ആണ് കേട്ടോ. അതുപോലെ തന്നെ കുറച്ചധികം സ്ട്രെയിറ്റ് ആയിട്ടുള്ളൊരു ഹെയർ ആണ്. അപ്പം ഒരു ഹെയർ സ്റ്റൈലിന് വഴക്കിയെടുക്കുക എന്ന് പറയുന്നത് കുറച്ച് ടൈം എടുത്തിട്ടുണ്ട്. നല്ല മാക്സിമം നമ്മൾ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് സാന്ദ്രയുടെ ഫൈനൽ ലുക്ക്. അപ്പോൾ ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.